പ്രൈസ് ദ ലോർഡ്. ദൈവം സർവശക്തൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 27:1 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഈ വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരു ചോദ്യ രൂപേണയാണ് അവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യത്തിൽ കൂടെ യഹോവയെ കാണുവാൻ കഴിയുന്നത് യഹോവ വെളിച്ചമായും അവിടുന്ന് രക്ഷയായും ബലമായും നാം കാണുന്നു. അതുകൊണ്ടാണ് ഒരു ചോദ്യ രൂപേണ സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ ഭയക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നു. കാരണം ഭക്തൻ നിൽക്കുന്നത് ശക്തമായ വെളിച്ചത്തിന്റെ നടുവിലാണ്. തന്നെയുമല്ല, യഹോവ അവന് രക്ഷയായി നിൽക്കുകയാണ്. അവിടെ രക്ഷ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരണം, അഭയസ്ഥാനം, ആശ്രയം ഒക്കെയായി ദൈവം ഭക്തന്റെ അടുത്ത് നിൽക്കുകയാണ്. തന്നെയുമല്ല, ബലമായി അവനിൽ ശക്തി പകർന്ന് ദൈവം അവന്റെ സമീപേ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം സങ്കീർത്തനക്കാരൻ അവിടെ ചോദിക്കുന്നത്: ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, തിന്നുകളയുവാൻ, പരാജയപ്പെടുത്തി കളയുവാൻ, ഭയപ്പെടുത്തി കളയുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴുന്നത്. ഒരു യുദ്ധം തന്നെ നേരിട്ടാലും ഭയമില്ലാതെ ഇരിക്കുന്നത് അവൻ ചുറ്റും ശക്തമായ വെളിച്ചത്തിന്റെ നടുവിലായതുകൊണ്ടാണ്. യഹോവ ശരണമായി അഭയസ്ഥാനമായി നിന്ന് അവന് ശക്തി, ബലം പകർന്നു നൽകുന്നത് കൊണ്ടാണ്. തന്നെയുമല്ല, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും ഭക്തൻ നിർഭയനായിരിക്കുന്നത് അഥവാ ഭയമില്ലാതെ ഇരിക്കുന്നത് യഹോവ അവനെ മറയ്ക്കുന്നത് കൊണ്ടും ഒളിപ്പിക്കുന്നത് കൊണ്ടും അവനെ ഉയർത്തുന്നത് കൊണ്ടുമാണ്. ഭക്തന് അനർത്ഥങ്ങൾ ഇല്ല എന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ അവന്റെ ചുറ്റിലുമുണ്ട്. അതൊന്നും അവനെ ബാധിക്കാതിരിക്കുന്നത് അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ മാംസം തിന്നുകളയേണ്ട അഥവാ നിർജീവമാകേണ്ട സമയങ്ങൾ ഇതിനു മുൻപ് പലതവണ കഴിഞ്ഞതാണ് ജീവിതത്തിൽ. അനർത്ഥങ്ങളുടെയും വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ശത്രുക്കളുടെയും ദുഷ്കർമ്മികളുടെയും ഒക്കെ നടുവിൽ നിലനിൽക്കുന്നത് യഹോവ വെളിച്ചമായി നിൽക്കുന്നത് കൊണ്ടാണ്. യഹോവ രക്ഷയായി തീർന്നത് കൊണ്ടാണ്. യഹോവ ബലമായി നിൽക്കുന്നത് കൊണ്ടാണ്. അവിടുന്ന് നമ്മെ ഒളിപ്പിക്കുകയും മറയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നാം ഭയക്കാതെ പേടിക്കാതെ നിലകൊള്ളുന്നത്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.